എല്ലാവർക്കും അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് വന്നു, സിലബസ് വന്നു അല്ലേ? അപ്പോൾ നമ്മൾ ദേവസ്വം LDC എക്സാം ഡേറ്റും സിലബസൊക്കെ വന്നിട്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുമായിരിക്കും. പകുതി പേരൊക്കെ ടെൻഷൻ തന്നെയാണ്, വലിയൊരു സിലബസാണ്, എങ്ങനെ പഠിച്ചെടുക്കാമെന്ന്. അപ്പം ഇത് നമ്മുടെ ആവശ്യമാണല്ലോ നമുക്ക് ജോലി നേടുക. അപ്പോൾ നമ്മൾ ഈ സിലബസിലെ പ്രധാന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നിൽക്കുക എന്നതാണ് പ്രാധാന്യം. ഏതൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടതെന്നൊക്കെ നമ്മളൊന്ന് തീരുമാനിക്കാം. അതുപോലെ ഞാൻ ഈ അമൃതം എഡ്യൂക്കേഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് എളുപ്പമായ രീതിയിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നാണ്. അപ്പോൾ നമ്മൾ GK പോലുള്ള ഭാഗങ്ങളുടെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു മാത്സ് സീരീസും ഇംഗ്ലീഷ് മലയാളം ഒക്കെ ചെയ്യണമെന്നുണ്ട്. അത് തുടർ ദിവസങ്ങളിൽ ചെയ്തത് വരെ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് പോലെ അങ്ങനെ നമുക്ക് ചെയ്യാം. അതുപോലെ ടെലിഗ്രാം വഴിയും ചെയ്യാം. ഈ GK സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ ദിവസം ക്ലാസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. സിലബസ് എല്ലാവരും കണ്ടതാണല്ലോ. ക്ഷേത്രം ടെമ്പിൾ റിലേറ്റഡ് 15 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മൾ പഠിച്ച ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ സിലബസ് വെച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടില്ലേ, അതിൽ നിന്നും കുറച്ചൊക്കെ മാറ്റങ്ങളേ ഉള്ളൂ. 15 മാർക്കിനാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്സിൽ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പോയിൻറ്റ്സ് രൂപത്തിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ചധികം നമ്മൾ പഠിക്കും. ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചു തുടങ്ങാം. നമ്മൾ ഏകദേശം 7 വീഡിയോ ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിന്. നമ്മൾ സിലബസ് വന്നിട്ട് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പം നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾക്ക് പഠിച്ച് തുടങ്ങാം. അഗ്രശാലയുടെ അർത്ഥം എന്താണ്? അഗ്രശാലയുടെ അർത്ഥം ഊട്ടുപുര. അഗ്രശാലയുടെ അർത്ഥം ഊട്ടുപുര എന്നാണ്. ക്ഷേത്രങ്ങളിൽ നിവേദ്യം പാകം ചെയ്യുന്ന സ്ഥലമാണ് തിടപ്പള്ളി. ക്ഷേത്രങ്ങളിൽ നിവേദ്യം പാകം ചെയ്യുന്ന സ്ഥലം തിടപ്പള്ളി. ക്ഷേത്രങ്ങളിൽ അടിച്ചുതളിക്ക് ഉപയോഗിക്കുന്ന പാത്രം പിടിമൊന്ത. ക്ഷേത്രങ്ങളിൽ അടിച്ചുതളിക്ക് ഉപയോഗിക്കുന്ന പാത്രം പിടിമൊന്ത. തീയാട്ട് എന്ന ക്ഷേത്രകലയിൽ ഏർപ്പെടുന്ന അമ്പലവാസി. തീയാട്ട് എന്ന ക്ഷേത്രകലയിൽ ഏർപ്പെടുന്ന അമ്പലവാസി തീയാടി അഥവാ തീയാട്ടുണ്ണികൾ, തീയാടി നമ്പ്യാർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നവരാണ് തീയാട്ട് എന്ന ക്ഷേത്രകലയിൽ ഏർപ്പെടുന്നത്. ഭദ്രകാളി തീയാട്ട് നടത്തുന്നത് തീയാട്ടുണ്ണികളായിരുന്നു. അയ്യപ്പൻ തീയാട്ട് നടത്തുന്നത് തീയാടി നമ്പ്യാർ. തീയാട്ട് എന്ന ക്ഷേത്രകലയിൽ ഏർപ്പെടുന്ന അമ്പലവാസികളാണ് തീയാടി. അവരെ തന്നെ തീയാട്ടുണ്ണികൾ, തീയാടി നമ്പ്യാർ എന്ന പേരുകളിലും അറിയപ്പെടുന്നു. ഭദ്രകാളി തീയാട്ട് നടത്തുന്നത് തീയാട്ടുണ്ണികളായിരുന്നു. ഭദ്രകാളി തീയാട്ട് നടത്തുന്നത് തീയാട്ടുണ്ണികളായിരുന്നു. അയ്യപ്പൻ തീയാട്ട് നടത്തുന്നത് തീയാടി നമ്പ്യാർ. ക്ഷേത്രത്തിലെ ഏതുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപ്പിടി? ക്ഷേത്രത്തിലെ ഏതുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപ്പിടി? അതൊരു വാദ്യമാണ്. കിടുപിടി എന്നാൽ വാദ്യമാണ്. അരയിൽ ഉറപ്പിച്ച് തൂക്കിയിട്ട് വായിക്കുന്ന വാദ്യം. നമ്മുടെ അരയിൽ ഉറപ്പിച്ച് തൂക്കിയിട്ട് വായിക്കുന്ന വാദ്യമാണ് കിടുപിടി അഥവാ ഇടുപിടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലും ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലും ശിവേലിക്ക് ഇപ്പോഴും ഈ വാദ്യം ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാദ്യമായിരുന്നു കിടുപിടി. അരയിൽ ഉറപ്പിച്ച് തൂക്കിയിട്ട് വായിക്കുന്ന വാദ്യമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലും തിരുവില്ലാദ്രിനാഥ ക്ഷേത്രത്തിലും ഇത് ഇപ്പോഴും ശിവേലിക്ക് ഈ വാദ്യം ഉപയോഗിച്ച് വരുന്നു. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളാണ് ശ്രീരാമനും ലക്ഷ്മണനും. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളാണ് ശ്രീരാമൻ, ലക്ഷ്മണൻ. ഒറ്റപ്പാലം മുരളി കിടുപിടി വാദനത്തിൽ പ്രശസ്തനാണ്. എന്തൊക്കെയാണ് നോക്കിയത്? ക്ഷേത്രത്തിലെ ഏതുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപിടി? വാദ്യമായി ബന്ധപ്പെട്ട പദമാണ് കിടുപിടി. അരയിൽ ഉറപ്പിച്ച് തൂക്കിയിട്ട് വായിക്കുന്ന വാദ്യമാണ് കിടുപിടി. ഇതിന് ഇടുപിടി എന്ന പേരിലും ഉണ്ടായിരുന്നു, എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലെ ഏതുമായി ബന്ധപ്പെട്ട പദമാണ് കിടുപിടി? ഒരു വാദ്യമാണ്. അരയിൽ ഉറപ്പിച്ച് തൂക്കിയിട്ട് വായിക്കുന്ന വാദ്യമാണ്. ഇടുപിടി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലും ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലും ശിവേലിക്ക് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളാണ് ശ്രീരാമനും ലക്ഷ്മണനും.
ഒറ്റപ്പാലം മുരളിയാണ് കിടുപിടി വാദനത്തിലെ പ്രശസ്തൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് 9 കലശങ്ങളിൽ വെള്ളം പൂജിച്ച് നടത്തുന്ന അഭിഷേകം ഏതാണ്? 9 കലശങ്ങളിൽ വെള്ളം പൂജിച്ച് നടത്തുന്ന അഭിഷേകമാണ് നവകം. 9 കലശങ്ങളിൽ വെള്ളം പൂജിച്ച് നടത്തുന്ന അഭിഷേകം നവകം എന്ന് അറിയപ്പെടുന്നു. നവകം. 9 കലശങ്ങളിൽ വെള്ളം പൂജിച്ച് നടത്തുന്ന അഭിഷേകം നവകം. ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് എന്തിനുപയോഗിക്കുന്നു? ദീപാരാധന. ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് ഉപയോഗിക്കുന്നത് ദീപാരാധനക്കാണ്. അമാവാസി കഴിഞ്ഞ് വരുന്ന 11-ാം നാൾ ഏതാണ്? അമാവാസി കഴിഞ്ഞ് വരുന്ന 11-ാം നാൾ ഏതാണ്? ഏകാദശി. ഏകാദശിയാണ് അമാവാസി കഴിഞ്ഞ് വരുന്ന 11-ാം നാൾ. പുരാണത്തിൽ സ്ത്രീകളെ കാണാതെ വളർന്ന മുനികുമാരൻ ആരാണ്? പുരാണത്തിൽ സ്ത്രീകളെ കാണാതെ വളർന്ന മുനികുമാരനാണ് ഋഷ്യശൃംഗൻ. 9 കലശങ്ങളിൽ വെള്ളം പൂജിച്ച് നടത്തുന്ന അഭിഷേകമാണ് നവകം. 9 കലശങ്ങളിൽ വെള്ളം പൂജിച്ച് നടത്തുന്ന അഭിഷേകം നവകം. ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് എന്തിനുപയോഗിക്കുന്നു? ദീപാരാധന. ക്ഷേത്രങ്ങളിൽ കുംഭവിളക്ക് ഉപയോഗിക്കുന്നത് ദീപാരാധന. അമാവാസി കഴിഞ്ഞു വരുന്ന 11-ാം നാൾ ഏതാണ്? ഏകാദശി. പുരാണത്തിൽ സ്ത്രീകളെ കാണാതെ വളർന്ന മുനികുമാരനാണ് ഋഷ്യശൃംഗൻ. സ്കന്ദൻ ആരുടെ പേരാണ്? സുബ്രഹ്മണ്യൻ. സ്കന്ദൻ ആരുടെ പേരാണ്? സുബ്രഹ്മണ്യൻ. വിഷ്ണുവിൻ്റെ മാറിലെ വിശിഷ്ട രത്നം അറിയപ്പെടുന്നത് എന്താണ്? കൗസ്തുഭം. വിഷ്ണുവിൻ്റെ മാറിലെ വിശിഷ്ട രത്നം അറിയപ്പെടുന്നത് കൗസ്തുഭം. ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ കിട്ടിയ ആഭരണമാണ് കൗസ്തുഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള അടയാളമാണ് ശ്രീവത്സം. മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള അടയാളമാണ് ശ്രീവത്സം. മറ്റ് ആഭരണങ്ങളും ആയുധങ്ങളും നമുക്ക് നോക്കാം. മഹാവിഷ്ണുവിൻ്റെ മറ്റ് ആഭരണങ്ങളും ആയുധങ്ങളും നോക്കാം. പാഞ്ചജന്യം എന്താണ്? വെളുത്ത നിറത്തിലുള്ള ശംഖ്. പാഞ്ചജന്യം മഹാവിഷ്ണുവിൻ്റെ വെളുത്ത നിറത്തിലുള്ള ശംഖിനെയാണ് പാഞ്ചജന്യം എന്ന് പറയുന്നത്. സുദർശനം ശത്രുക്കളെ സംഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുധമാണ് സുദർശനം. നമ്മളിപ്പോൾ നോക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ആഭരണങ്ങളും ആയുധങ്ങളുമാണ്. മഹാവിഷ്ണുവിൻ്റെ മാറിലെ വിശിഷ്ടരത്നം അറിയപ്പെടുന്നത് കൗസ്തുഭം എന്നാണ്. ഇത് ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ കിട്ടിയ ആഭരണമാണ്. മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള അടയാളമാണ് ശ്രീവത്സം. മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള അടയാളമാണ് ശ്രീവത്സം. മറ്റ് ആഭരണങ്ങളും ആയുധങ്ങളും നോക്കാം മഹാവിഷ്ണുവുമായി ബന്ധപ്പെട്ടത്. മഹാവിഷ്ണുവിൻ്റെ വെളുത്ത നിറത്തിലുള്ള ശംഖ് അറിയപ്പെടുന്നത് പാഞ്ചജന്യം എന്നാണ്. മഹാവിഷ്ണുവിൻ്റെ വെളുത്ത നിറത്തിലുള്ള ശംഖ് പാഞ്ചജന്യം എന്ന് അറിയപ്പെടുന്നു. സുദർശനം എന്താണ്? ശത്രുക്കളെ സംഹരിക്കുന്നതിന് ഉപയോഗിക്കപ്പെടുന്ന ആയുധം. ശത്രുക്കളെ സംഹരിക്കുന്നതിന് ഉപയോഗിക്കപ്പെടുന്ന ആയുധമാണ് സുദർശനം. വൈജയന്തി എന്താണ്? രത്നമാല. ഇത് 5 രത്നങ്ങൾ ചേർന്നതാണ് വൈജയന്തി. വൈജയന്തി എന്ന രത്നമാലയാണ് 5 രത്നങ്ങൾ ചേർന്നത്. കൗമോദകി എന്നതെന്താണ്? ഗദയുടെ പേര്. ശ്രീ മഹാവിഷ്ണുവിൻ്റെ ഗദയുടെ പേരാണ് കൗമോദകി. നാന്തകം നന്ദകം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? മഹാവിഷ്ണുവിൻ്റെ വാള്. ഇത് ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വാൾ എന്നാണ് പറയപ്പെടുന്നത്. നാന്തകം നന്ദകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വാളാണ്. അതാണ് മഹാവിഷ്ണുവിൻ്റെ വാൾ അറിയപ്പെടുന്നത്. വൈഷ്ണചാപം എന്നാൽ എന്താണ്? വൈഷ്ണവചാപം മഹാവിഷ്ണുവിൻ്റെ വില്ല്. ഇതിന് പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. അത് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യണം. മഹാവിഷ്ണുവിൻ്റെ മാറിലെ വിശിഷ്ട രത്നം അറിയപ്പെടുന്നത് കൗസ്തുഭം എന്നാണ്. ഇത് ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ കിട്ടിയ ആഭരണമാണ്. മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള അടയാളം ശ്രീവത്സം എന്നറിയപ്പെടുന്നു. അതുപോലെ നമുക്ക് മറ്റ് ആഭരണങ്ങളും ആയുധങ്ങളും നമ്മൾ നോക്കി. പാഞ്ചജന്യം വെളുത്ത നിറത്തിലുള്ള ശംഖ്. മഹാവിഷ്ണുവിൻ്റെ വെളുത്ത നിറത്തിലുള്ള ശംഖ് അറിയപ്പെടുന്ന പേരാണ് പാഞ്ചജന്യം. സുദർശനം എന്നാൽ ശത്രുക്കളെ സംഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആയുധം. വൈജയന്തി എന്നാൽ രത്നമാല, 5 രത്നങ്ങൾ ചേർന്നത്. വൈജയന്തി രത്നമാല 5 രത്നങ്ങൾ ചേർന്നത്. കൗമോദകി ഗദ. മഹാവിഷ്ണുവിൻ്റെ ഗദയാണ് കൗമോദകി. നാന്തകം നന്ദകം എന്നൊക്കെ അറിയപ്പെടുന്നത് നന്ദകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വാളാണ്. മഹാവിഷ്ണുവിന് ഇന്ദ്രനിൽ നിന്ന് ലഭിച്ച വാളാണ് നാന്തകം നന്ദകം എന്നൊക്കെ അറിയപ്പെടുന്നത്. വൈഷ്ണവ ചാപം എന്ന പേരിൽ അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിൻ്റെ വില്ലാണ്. ഇതിന് പറയുന്നൊരു മറ്റൊരു പേരും കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
മഹാവിഷ്ണുവിനെ നരസിംഹരൂപത്തിൽ ദർശിച്ച അസുരപുത്രൻ ആരാണ്? മഹാവിഷ്ണുവിനെ നരസിംഹരൂപത്തിൽ ദർശിച്ച അസുരപുത്രൻ ആരാണ്? പ്രഹ്ലാദൻ. മഹാവിഷ്ണുവിനെ നരസിംഹരൂപത്തിൽ ദർശിച്ച അസുരപുത്രനാണ് പ്രഹ്ലാദൻ. ധന്വന്തരി ആരുടെ അവതാരമാണ്? ധന്വന്തരി ആരുടെ അവതാരമാണ്? മഹാവിഷ്ണു. ധന്വന്തരി ആരുടെ അവതാരമാണ്? മഹാവിഷ്ണു. പഞ്ചഭൂതങ്ങളിൽ ശിവൻ അഗ്നിരൂപനായ ക്ഷേത്രം ഏതാണ്? തിരുവണ്ണാമല. മഹാവിഷ്ണുവിനെ നരസിംഹരൂപത്തിൽ ദർശിച്ച അസുരപുത്രനാണ് പ്രഹ്ലാദൻ. മഹാവിഷ്ണുവിനെ നരസിംഹരൂപത്തിൽ ദർശിച്ച അസുരപുത്രനാണ് പ്രഹ്ലാദൻ. ധന്വന്തരി ആരുടെ അവതാരമാണ്? മഹാവിഷ്ണു. പഞ്ചഭൂതങ്ങളിൽ ശിവൻ അഗ്നിരൂപനായ ക്ഷേത്രമാണ് തിരുവണ്ണാമല. പഞ്ചഭൂതങ്ങളിൽ ശിവൻ അഗ്നിരൂപനായ ക്ഷേത്രമാണ് തിരുവണ്ണാമല. കിന്നരന്മാർ ഉപയോഗിക്കുന്ന വാദ്യം. കിന്നരന്മാർ ഉപയോഗിക്കുന്ന വാദ്യം വീണ. താഴെ പറയുന്നവയിൽ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മുക്കുറ്റി, പനിനീർപ്പൂവ്, തിരുതാളി, കറുക. താഴെ പറയുന്നവയിൽ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? പനിനീർപ്പൂവ്. മുക്കുറ്റി, പനിനീർപ്പൂവ്, തിരുതാളി, കറുക. ഇതിലേതാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത്? പനിനീർപ്പൂവ്. ദശപുഷ്പങ്ങൾ എന്തൊക്കെയാണ്? പൂവാങ്കുറുനില, മുയൽ ചെവിയൻ, കയ്യോന്നി അല്ലെങ്കിൽ കൈതോന്നി, കയ്യുണ്ണി എന്നൊക്കെ അറിയപ്പെടുന്ന കയ്യോന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുള, മുക്കുറ്റി, ഉഴിഞ്ഞ, കറുക, തിരുതാളി. ഇതൊക്കെയാണ് ദശപുഷ്പങ്ങൾ. എന്തൊക്കെയാണ് ദശപുഷ്പങ്ങൾ? പൂവാങ്കുറുനില, മുയൽ ചെവിയൻ, കയ്യോന്നി, നിലപ്പന, വിഷ്ണുക്രാന്തി, ചെറുള, മുക്കുറ്റി, ഉഴിഞ്ഞ, കറുക, തിരുതാളി. ദശപുഷ്പങ്ങളാണ് പൂവാങ്കുറുനില, മുയൽ ചെവിയൻ, കയ്യോന്നി അല്ലെങ്കിൽ പല നാട്ടിൽ പല പേരുകൾ അറിയപ്പെടുന്നതാണ്. കൈതോന്നി, കയ്യുണ്ണി, നിലപ്പന, വിഷ്ണുക്രാന്തി, കൃഷ്ണക്രാന്തി, ചെറുള, മുക്കുറ്റി, ഉഴിഞ്ഞ, കറുക, തിരുതാളി. അപ്പോൾ ഇതിൽ പനിനീർ പൂവാണ് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്തത് പുരാണിക് എൻകോസൈക്ലോപീഡിയ എന്ന കൃതി രചിച്ചത് ആരാണ്? പുരാണിക് എൻകോസൈക്ലോപീഡിയ എന്ന കൃതി രചിച്ചത് ആരാണ്? വെട്ടം മാണി. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങൾ: തിമില, ശുദ്ധമദ്ദളം, കൊമ്പ്, ഇടയ്ക്ക, ഇലത്താളം. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളാണ് തിമില, ശുദ്ധമദ്ദളം, കൊമ്പ്, ഇടയ്ക്ക, ഇലത്താളം. പഞ്ചവാദ്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും മാത്രം ഉപയോഗിക്കുന്ന വാദ്യമാണ് ശംഖ്. പഞ്ചവാദ്യത്തിൽ ഉപയോഗിക്കുന്ന സംഗീതോപകരണങ്ങളാണ് തിമില, ശുദ്ധമദ്ദളം, കൊമ്പ്, ഇടയ്ക്ക, ഇലത്താളം. പഞ്ചവാദ്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും മാത്രം ഉപയോഗിക്കുന്ന വാദ്യമാണ് ശംഖ്. അടുത്തത് അനുഷ്ഠാന കലകൾ. മുടിയേറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് പോയിന്റ്സ് ആയിട്ട് പഠിക്കുന്നത് നമുക്ക് എല്ലാ മേഖലയൊന്നും പെട്ടെന്ന് മനസ്സിലാകും. അപ്പം മുടിയേറ്റ്. ദാരികവധം പ്രമേയമാക്കിയ അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. ദാരികവധം പ്രമേയമാക്കിയ അനുഷ്ഠാന കലാരൂപമാണ് മുടിയേറ്റ്. 2010 യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരള കലാരൂപമാണ് മുടിയേറ്റ്. വേലകളി. കുരുക്ഷേത്ര യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് വേലകളി. കുരുക്ഷേത്ര യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് വേലകളി. വേലകളിയുടെ ഉപജ്ഞാതാവ് മാത്തൂർ പണിക്കർ. വേലകളിയുടെ ഉപജ്ഞാതാവ് മാത്തൂർ പണിക്കർ. വേലകളിയുടെ ജന്മദേശം അമ്പലപ്പുഴ. കുത്തിയോട്ടം. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കുംഭമാസത്തിൽ നടത്തുന്ന. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതലായിട്ട് നടത്തുന്നത്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ കുംഭമാസത്തിൽ നടത്തുന്ന അനുഷ്ഠാന കലാരൂപമാണ് കുത്തിയോട്ടം. ചൂരൽ മുറിയൽ, കൊതുവെട്ട് എന്നീ ചടങ്ങുകളൊക്കെ ബന്ധപ്പെട്ടുള്ളത് കുത്തിയാട്ടമായിട്ടാണ്. പടയണി. ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. വടക്കൻ മലബാറിലെ തെയ്യങ്ങളുമായി സാമ്യമുള്ളൊരു കലാരൂപമാണ് പടയണി. അസുര ചക്രവർത്തിയായ ദാരികനെ ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇതുമായുള്ള ഐതിഹ്യം. പടയണിയുടെ പ്രധാന വാദ്യമാണ് തപ്പ്. വാദ്യങ്ങളും അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ക്ഷേത്രകലകൾ, വാദ്യങ്ങൾ, വാദ്യോപകരണങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. അതാണ് ഞാൻ കുറച്ച് പോയിന്റ്സ് എടുത്തത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ എക്സാം മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം.
എല്ലാവരും നന്നായി നമ്മുടെ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരുപാട് ഭാഗങ്ങൾ സിലബസിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാത്തവരുണ്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വഴി ഒരു വോയിസ് ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസങ്ങളിലും പറ്റുന്നില്ലെങ്കിൽ പറ്റുന്ന ദിവസങ്ങളിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.